ഇനി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ജീവയും അപർണയും നെഞ്ചിലേറ്റിയ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവർ തങ്ങളിൽ പൂർണ്ണമായി വേർപിരിഞ്ഞു. ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. അപർണ തോമസിനെ കണ്ടപ്പോൾ ഇവർ തങ്ങളിൽ ഈ പറഞ്ഞ പ്രണയത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പഹയൻ, അതായത് ഓനൊരു റിച്ച് മാനാണ്. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ഇവരെ വീഡിയോയുടെ താഴെ 2 മാസം മുന്നേ വന്നൊരു കമന്റ്, കൂട്ടുകാരനോ എങ്ങനെ മനസ്സിലായില്ല, പരമനാറി പട്ടി കഴിവരടാ മോളെ. അല്ല ഇത് ഇവളുടെ എല്ലാ തരത്തിലും പ്രിയപ്പെട്ടവനായി, ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് എന്റെ കണ്ണുകൊണ്ട് എന്റെ അവസാന വിമാനയാത്രയിൽ ഞാൻ കണ്ടതാന്ന്. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. അത് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഓളുടെ ഭാവി പരിപാടികൾ, ഓളുടെ കൊളാബറേഷനുകളൊക്കെ ഈ ഒരു ജിം ഉടമയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അവർ തങ്ങളിൽ ഒരു പുതിയ ബന്ധം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എവിടെയോ എന്തോ തെറ്റിപ്പോയി. ഇതിനി മുന്നോട്ട് പോകില്ലെന്ന സത്യം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഉള്ളൊരു ഭഗയൻ. ഓൻ ചോദിച്ചത് നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ എന്നൊരാൾ ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയായി ഓള് പങ്കുവച്ചിരിക്കുന്നത് അതൊക്കെ പണ്ട് എന്നുള്ളൊരു മറുപടിയാണ്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിംക. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.